ഹലോ ഫ്രണ്ട്സ്, ജാവ എന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എല്ലാ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ക്ലാസ്, ഒബ്ജക്റ്റ് എന്ന രണ്ട് കൺസെപ്റ്റുകളെയും എൻക്യാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ഈ 4 പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ അബ്സ്ട്രാക്ഷനെ കുറിച്ചാണ്. അബ്സ്ട്രാക്ഷൻ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? എന്തോ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ കുറിച്ച്. അത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ജാവയിലെ അബ്സ്ട്രാക്ഷൻ ഇതുപോലെ തന്നെയാണ്. വാട്ട് ഈസ് അബ്സ്ട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ഹൈഡിങ് ഇന്റേണൽ ഡീറ്റെയിൽസ് ആൻഡ് ഷോ ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചർ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു ATM മെഷീൻ. എങ്ങനെയാണ് ATM മെഷീനിൽ നിന്ന് പൈസ എടുക്കുന്നതെന്ന് നമുക്കറിയാം. കാർഡ് ഇൻസേർട്ട് ചെയ്യുക, എമൗണ്ട് എൻ്റർ ചെയ്യുക, ATM പിൻ നമ്പർ കൊടുക്കുക. ഓക്കെ, അങ്ങനെ മണി വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഈ പിൻ നമ്പറും എമൗണ്ടും ഒക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നോ പൈസ വരുന്നത് എങ്ങനെയാണെന്നോ അറിയത്തില്ല. അതായത് ATMന്റെ ഇന്റേണൽ മെക്കാനിസം എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് യൂസ് ചെയ്യാനായിട്ടൊരു ഇന്റർഫേസ് തന്നിട്ടുണ്ട് ATM മെഷീൻ. വേറൊരു റിയൽ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ ഫോണിന്റെ ഡയലർ. നമ്പർ എൻ്റർ ചെയ്തിട്ട് കോൾ ബട്ടണിൽ പ്രസ് ചെയ്താൽ കോള് പോകുമെന്ന് എനിക്കറിയാം. അതും ഇന്റേണലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട എസെൻഷ്യൽ ഫീച്ചർ മാത്രം കാണിക്കുക. ഇത് മാത്രമാണോ അബ്സ്ട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ അല്ല. മറ്റൊരു ആസ്പെക്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാറ് കാണുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് ആ കാറിനെ കുറിച്ച് ഏകദേശം ഒരു പിക്ചർ കിട്ടും. അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെയാണ്, ലൈക്ക് ഒരു മിനിമം ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ കാർ ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ കാർ വാങ്ങിക്കാൻ ഒരു ഷോറൂമിൽ ചെന്നു. ആ ഷോറൂമിൽ നമ്മൾ വാങ്ങിക്കാനായിട്ട് പോയി നിൽക്കുന്ന ആ കണ്ടസ്റ്റിൽ ആ കാറിനെ പറ്റി നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും. മൈലേജ് എത്രയുണ്ട്, എൻജിൻ എങ്ങനെയുണ്ട്, പ്രൈസ് എത്രയാണ്, ബാക്കി പ്രൊവിഷൻസ് എങ്ങനെയാണ്. അപ്പോൾ ആ കണ്ടസ്റ്റിൽ നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. റോഡിൽ കാർ കണ്ടതുപോലെയല്ല. റോഡിൽ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി, വാങ്ങിക്കാൻ ചെന്നപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ഇനി ഞാനൊരു കാർ മെക്കാനിക്കിനെ പറ്റി പറയുവാണെങ്കിൽ, ഇനി ഒരു ലെവൽ കൂടി മുന്നോട്ട് പോകും. അവിടെ വളരെ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം കാറിനെ പറ്റി, ഇന്റേണൽ മെക്കാനിസവും കാര്യങ്ങളും എല്ലാം തന്നെ. ഇത് ഒരു ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ്. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കണ്ടസ്റ്റിലാണോ സംസാരിക്കുന്നത്, ഒരു ക്ലാസ്സിനെ പറ്റി പറയുന്നത്, ആ കണ്ടസ്റ്റിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം, എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണ്ട, ചിലതിന് ചില കാര്യങ്ങളൊന്നും അവിടെ വേണ്ട, ഇങ്ങനെ തീരുമാനിക്കുന്ന ആ പ്രോസസ്സാണ് അബ്സ്ട്രാക്ഷൻ. അപ്പോൾ എല്ലാം എക്സ്പോസ് ചെയ്യുന്നില്ല, വേണ്ടത് മാത്രം എക്സ്പോസ് ചെയ്യുന്നു. അങ്ങനെ വേണം അതിനെ കാണാനായിട്ട്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എനിക്ക് ആനിമൽ എന്ന ഒരു ക്ലാസ് ഉണ്ട്. ഡോഗും പാരറ്റും ആനിമലിന്റെ സബ് ക്ലാസ് ആണ്. ആനിമൽ ഒരു ഈറ്റ് മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ആനിമൽ ഈറ്റ്സ് യൂസിങ് മൗത്ത് എന്ന് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്ന ഒരു ഇംപ്ലിമെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോഗും പാരറ്റും ആനിമൽ ക്ലാസിന്റെ സബ് ക്ലാസ് ആയതുകൊണ്ട് ഇൻഹെറിറ്റൻസ് വഴി ഈ ഈറ്റ് മെത്തേഡ് ഈ 2 ക്ലാസ്സിലേക്കും കിട്ടുന്നുണ്ട് അല്ലേ? അതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഇവിടെ ഞാനൊരു ടെസ്റ്റ് ക്ലാസ് എഴുതി. ഡോഗിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഡോഗ് d = ന്യൂ ഡോഗ്. d.eat എന്ന് വിളിച്ചാൽ ഈറ്റ് മെത്തേഡ് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആനിമൽ ഈറ്റ്സ് യൂസിങ് മൗത്ത് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതുപോലെ പാരറ്റിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പാരറ്റ് p = ന്യൂ പാരറ്റ്. p.eat ഇവിടെ പാരറ്റ് ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്ത കിട്ടിയ ഈറ്റ് മെത്തേഡിനെ വിളിക്കണം. ഓക്കെ, ഈ പ്രോഗ്രാം റൺ ചെയ്താൽ ആനിമൽ ഈറ്റ്സ് യൂസിങ് മൗത്ത് എന്ന് 2 പ്രാവശ്യം പ്രിന്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആനിമൽ ക്ലാസ്സിൽ നിന്നും ഈറ്റ് മെത്തേഡ് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് മറ്റൊരു മെത്തേഡ് കൂടെ ഉണ്ട്, ട്രാവൽ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഡോഗ് ട്രാവൽ ചെയ്യുന്നത് ലെഗ്സ് ഉപയോഗിച്ചും പാരറ്റ് ട്രാവൽ ചെയ്യുന്നത് വിങ്സ് ഉപയോഗിച്ചുമാണ്. അപ്പോൾ ഈ 2 ക്ലാസ്സുകളിലെയും ട്രാവൽ മെത്തേഡിന്റെ ഇംപ്ലിമെന്റേഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട് ആനിമൽ ക്ലാസ്സിൽ ട്രാവൽ മെത്തേഡിന് ഒരു ഇംപ്ലിമെന്റേഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ആനിമൽ ക്ലാസ്സിൽ ഞാൻ ട്രാവൽ മെത്തേഡ് കൊടുക്കുന്നില്ല. പകരം ഡോഗ് ക്ലാസ്സിലും പാരറ്റ് ക്ലാസ്സിലും ട്രാവൽ മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നു.
ഡോഗ് ക്ലാസ്സിലെ ട്രാവൽ മെത്തേഡിൽ ഡോഗ് ട്രാവൽ യൂസിങ് ലെഗ്സ് എന്ന് കൊടുക്കാം. പാരറ്റ് ക്ലാസ്സിൽ പാരറ്റ് ട്രാവൽസ് യൂസിങ് വിങ്സ് എന്ന് കൊടുക്കാം. ഇനി ടെസ്റ്റ് ക്ലാസ്സിൽ ഡോഗ് ഡി ഈക്വൽ ടു ന്യൂ ഡോഗ് ഡി ഡോട്ട് ഈറ്റ് എന്ന് വിളിച്ചാൽ ഇൻഹെറിറ്റ് ചെയ്ത ഈറ്റ് മെത്തേഡിനെ വിളിക്കും. ആനിമൽ ഈറ്റ്സ് യൂസിങ് മൗത്ത് എന്ന് പ്രിന്റ് ചെയ്യും. ഡി ഡോട്ട് ട്രാവൽ എന്ന് വിളിച്ചാൽ ഡോഗ് ക്ലാസ്സിലെ ട്രാവൽ മെത്തേഡിനെ വിളിക്കും. ഡോഗ് ട്രാവൽ യൂസിങ് ലെഗ്സ് എന്ന് പ്രിന്റ് ചെയ്യും. അതുപോലെ പാരറ്റ് പി ഈക്വൽ ടു ന്യൂ പാരറ്റ് പി ഡോട്ട് ഈറ്റ് എന്ന് വിളിച്ചാൽ പാരറ്റ് ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്ത ഈറ്റ് മെത്തേഡിനെ വിളിക്കും. പി ഡോട്ട് ട്രാവൽ എന്ന് വിളിച്ചാൽ പാരറ്റ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത ട്രാവൽ മെത്തേഡിനെ വിളിക്കും. പാരറ്റ് ട്രാവൽ യൂസിങ് വിങ്സ് എന്ന് കൺസോളിൽ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ ഡൈനാമിക് പോളിമോർഫിസം അച്ചീവ് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുത്തു, ആനിമൽ ഈക്വൽ ടു ന്യൂ ഡോഗ്. ഓക്കെ, ഡൈനാമിക് പോളിമോർഫിസത്തിന്റെ ഒരു വീഡിയോ ഈ ചാനലിലുണ്ട്, അത് കാണാത്തവർ അത് കാണുക. അപ്പം ആനിമൽ ഈക്വൽ ടു ന്യൂ ഡോഗ് ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാം. ഇൻഡിജർ ഐ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ ഐ എന്നത് ഒരു വേരിയബിൾ ആണ്, അതിന്റെ ടൈപ്പ് ഇൻഡിജർ ആണ്, അതിന്റെ വാല്യൂ 10 ആണ്. അതുപോലെ ആനിമൽ ഈക്വൽ ടു ന്യൂ ഡോഗ് അല്ലെങ്കിൽ ആനിമൽ എ എന്ന് പറയുമ്പോൾ എയുടെ ടൈപ്പ് ആനിമൽ ആണ്, അത് റെഫർ ചെയ്യുന്നത് ഡോഗിനെയാണ്. ഓക്കെ, എ ഡോട്ട് ഈറ്റ് വിളിച്ചാൽ ഒരു പ്രശ്നവുമില്ല, ഡോഗ് ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്ത ഈറ്റ് മെത്തേഡിനെ വിളിക്കും. അതിനുശേഷം ഡോഗ് ക്ലാസ്സിലെ ട്രാവൽ മെത്തേഡിനെ വിളിക്കുന്നു എ ഡോട്ട് ട്രാവൽ. ഈ കോഡ് കമ്പൈൽ ചെയ്തപ്പം ഒരു എറർ വന്നിട്ടുണ്ട്. കാരണം ഇതാണ്, ഇവിടെ എയുടെ ടൈപ്പ് ആനിമലും എ റെഫർ ചെയ്യുന്നത് ഡോഗിനെയുമാണ്. എ ഡോട്ട് ട്രാവൽ എന്ന് വിളിക്കണമെങ്കിൽ ഡോഗിൽ മാത്രം ട്രാവൽ മെത്തേഡ് ഉണ്ടായാൽ പോരാ, എയുടെ ടൈപ്പായ ആനിമൽ ക്ലാസ്സിലും ട്രാവൽ മെത്തേഡ് ഉണ്ടായിരിക്കണം. അതർവൈസ് യു വിൽ ഗെറ്റ് എ കമ്പൈൽഡ് എറർ. അപ്പോൾ എന്ത് ചെയ്യും? ആനിമൽ ക്ലാസ്സിൽ ട്രാവൽ മെത്തേഡിന് ഇംപ്ലിമെന്റേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഡോഗും പാരറ്റും രണ്ട് രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അതെ, ട്രാവൽ മെത്തേഡിനെ ആനിമൽ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. ജാവയിൽ ഒരു ക്ലാസ്സിൽ ഒരു മെത്തേഡിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അബ്സ്ട്രാക്ട് എന്ന ഒരു നോൺ ആക്സസ് മോഡിഫയർ ഉപയോഗിക്കണം. അപ്പോൾ കോഡ് എങ്ങനെയാണ്? പബ്ലിക് അബ്സ്ട്രാക്ട് വോയിഡ് ട്രാവൽ. നോക്കിക്കേ, ട്രാവൽ മെത്തേഡ് ഡിക്ലെയർ ചെയ്തപ്പോൾ ആനിമൽ ക്ലാസ്സിൽ ഒരു കമ്പൈൽ ടൈം എറർ വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആനിമൽ ക്ലാസ്സിൽ ഇപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ഈറ്റ് എന്ന ഒരു കോൺക്രീറ്റ് മെത്തേഡും അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ഉള്ള മെത്തേഡും ട്രാവൽ എന്ന ഒരു അബ്സ്ട്രാക്ട് മെത്തേഡും ഉണ്ട്. ശ്രദ്ധിക്കുക, ഒരു ക്ലാസ്സിൽ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിനെയും അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അപ്പൊ എങ്ങനെ കൊടുക്കാം? പബ്ലിക് അബ്സ്ട്രാക്ട് ക്ലാസ് ആനിമൽ. ഇവിടെ ആനിമൽ എന്നത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. ഇനി ടെസ്റ്റ് ക്ലാസ് ഒന്ന് റൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കമ്പൈൽ ടൈം എറർ ഒന്നുമില്ല. റൺ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ അബ്സ്ട്രാക്ട് ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ക്ലാസ്സിലെ അബ്സ്ട്രാക്ട് മെത്തേഡുകൾക്ക് ഇംപ്ലിമെന്റേഷൻ അതിൻ്റെ ചൈൽഡ് ക്ലാസ്സുകളിൽ കൊടുത്തിരിക്കണം. ആ ചൈൽഡ് ക്ലാസ്സിൽ ഇംപ്ലിമെന്റേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ ആ ക്ലാസ്സിനെയും അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ആനിമൽ ക്ലാസ്സിൽ ട്രാവൽ എന്ന അബ്സ്ട്രാക്ട് മെത്തേഡും ഉണ്ട്. അപ്പോൾ ഡോഗ് ആനിമലിന്റെ ചൈൽഡ് ക്ലാസ് ആണ്. പക്ഷെ ഡോഗ് ക്ലാസ്സിൽ ട്രാവൽ മെത്തേഡിന് ഒരു ഇംപ്ലിമെന്റേഷൻ കൊടുക്കുന്നില്ല. പകരം ഡോഗിന്റെ ചൈൽഡ് ക്ലാസ് ആയ പഗ്ഗിലാണ് ട്രാവൽ മെത്തേഡിന് ഇംപ്ലിമെന്റേഷൻ കൊടുക്കുന്നത്. സോ ഞാൻ ഡോഗ് ക്ലാസ്സിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. കാരണം എന്താണ്? ആനിമൽ ക്ലാസ്സിൽ നിന്നും ട്രാവൽ മെത്തേഡ് ഡോഗ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. സോ ഡോഗ് ക്ലാസ്സിൽ അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്, പക്ഷെ ഞാൻ ഇംപ്ലിമെന്റേഷൻ കൊടുത്തിട്ടില്ല. ഇനി അബ്സ്ട്രാക്ട് ക്ലാസിന്റെ മറ്റൊരു പ്രത്യേകത, അബ്സ്ട്രാക്ട് ക്ലാസ് കനോട്ട് ബി ഇൻസ്റ്റാൻഷിയേറ്റഡ്. അതായത് അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആനിമൽ എന്നത് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണെങ്കിൽ ആനിമൽ ഈക്വൽ ടു ന്യൂ ആനിമൽ എന്ന് കൊടുത്താൽ യു വിൽ ഗെറ്റ് എ കമ്പൈൽ ടൈം എറർ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനൊരു ക്ലാസ് എഴുതി ആനിമൽ, അതിൽ ഞാൻ അബ്സ്ട്രാക്ട് മെത്തേഡ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ എനിക്ക് ആ ക്ലാസ്സിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? യെസ്, അബ്സ്ട്രാക്ട് മെത്തേഡ് ഒന്നുമില്ലെങ്കിൽ പോലും ക്ലാസ്സിനെ എനിക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എന്തിനു വേണ്ടിയായിരിക്കും? യെസ്, ദാറ്റ് ക്ലാസ് ഈസ് നോട്ട് മെന്റ് ഫോർ ഇൻസ്റ്റാൻഷിയേഷൻ. അതായത് ആ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് വേറെ ആരും ക്രിയേറ്റ് ചെയ്യരുത് എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. മറ്റൊരു പോയിന്റ്, അബ്സ്ട്രാക്റ്റും ഫൈനലും ഒരുമിച്ച് വരാനായിട്ട് പറ്റത്തില്ല. കാരണം
അബ്സ്ട്രാക്ട് മെത്തേഡിനെ മസ്റ്റായിട്ട് ഓവർറൈഡ് ചെയ്യണം, ഫൈനൽ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതൊരു ഇല്ലീഗൽ കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഫൈനൽ നോൺ ആക്സസ് മോഡിഫയേഴ്സിനെ കുറിച്ചും മോഡിഫയറിനെ കുറിച്ചും ഒരു വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. അപ്പം അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡിങ് ഇന്റേണൽ ഡീറ്റെയിൽസ് ആൻഡ് ഷോ ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചർ. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് കമന്റിൽ ഇടുക. താങ്ക് യു.